ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്രതികരണത്തിലേക്ക് പോകാം. കുണ്ടറയിൽ തന്നെ വിജയിപ്പിച്ചാൽ 90 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ മണ്ഡലത്തിൽ എത്തിക്കുമെന്ന് പറയുകയാണ് BJP സ്ഥാനാർത്ഥി റോബിൻ രാധാകൃഷ്ണൻ. ഡോക്ടർ എന്ന നിലയ്ക്ക് 15,000 പേർക്ക് തിമിര ശസ്ത്രക്രിയ നടത്തും. മണ്ഡലത്തിലുള്ള 65 വയസ്സിന് മുകളിലുള്ളവർക്ക് 6 മാസത്തിലൊരിക്കൽ സൗജന്യ പരിശോധന നടത്തുമെന്നും റോബിൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കുണ്ട്രയിലെ NDA സ്ഥാനാർത്ഥി റോബിനാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുന്നത്. കുണ്ട്രയിലെത്തി ദിവസങ്ങളായി പ്രചരണത്തിൻ്റെ മുമ്പിലാണ്. ഈ രണ്ടുപേർക്കൊപ്പം മുമ്പിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്? ഉറപ്പായിട്ടും. കാരണം ഇന്നലത്തെ റോഡ് ഷോ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ശ്രീ കിരൺജി പറഞ്ഞ കണക്ക് എന്നിലൂടെ ഇവിടെയുള്ള കുണ്ട്രയിലെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന് തന്നെ പുള്ളിയുടെ ഒരു അഷ്യൂരിറ്റി, ഒരു പ്രോമിസ് തന്നിട്ടാണ് പുള്ളിക്കാരെ എന്ത് ചെയ്തിരിക്കുന്നത് പോയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും കാണണം. കാരണം അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് കിരൺജി ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ഇലക്ഷന് മുന്നേ ആയിട്ട് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ 90 ദിവസത്തിനകത്ത് പ്രൈം മിനിസ്റ്റർ കുണ്ട്രയിൽ മണ്ഡലിൽ കാലുകുത്തിയിരിക്കും. കുണ്ട്രയിൽ ഇപ്പോൾ മണ്ഡലം മുഴുവൻ സന്ദർശിച്ച് കാണുമല്ലോ. കുണ്ട്രയിൽ ഒരു വികസനമില്ലായ്മയുണ്ടോ കണ്ടിട്ട്? ഉറപ്പായിട്ടും. നമുക്ക് ബേസിക് നെസസിറ്റി ആയിട്ടുള്ള വെള്ളം പോലും ഇവിടെ കിട്ടുന്നില്ല, മനസ്സിലല്ലേ? 7 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകളിൽ പോലും ബേസിക് നെസസിറ്റി ആയിട്ടുള്ള കുടിവെള്ളം പോലും ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ഡെവലപ്മെന്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഒന്നുമില്ല, മനസ്സിലായില്ല? അത് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഉൾപ്രദേശങ്ങളൊന്നും റോഡ് പോലും ഇല്ല, മനസ്സിലായില്ല? അപ്പോൾ റോബിൻ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വാഗ്ദാനം കൊടുക്കാൻ പറ്റും? വാഗ്ദാനങ്ങളുപരി നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞാൽ കാര്യങ്ങൾ അത് ചെയ്യുക. ഞാൻ പ്രധാനമന്ത്രിയെ തന്നെ കൊണ്ടുവരുന്നത് നമ്മുടെ കുണ്ട്രയിലെ മണ്ണിൽ ജനങ്ങളുടെ പ്രസൻസിൽ വെച്ചിട്ട് ഇവിടുത്തെ ഇഷ്യൂസ് എല്ലാം അവിടെ പ്രസന്റ് ചെയ്ത് അഡ്രസ്സ് ചെയ്ത് അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ കൊണ്ടുവന്ന് അത് എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് കൊണ്ടുവരാൻ തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പം ഒരുപാട് നമുക്ക് ഇന്ന കൊടുക്കുമെന്ന് പറയുന്നത് ഈസി ആയിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ പറയാൻ പറ്റും. അത് ചെയ്ത് കാണിക്കുന്നുള്ള നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക, കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തിക്കുക, മനസ്സിലായില്ല? ഇതിനു മുന്നേ MLA ആണെങ്കിലും ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അതിൽ പലതും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നടപ്പിലാക്കിയിട്ടില്ല. ഒരുപാട് രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യം ഞാനൊരു വാഗ്ദാനം ഇപ്പോൾ പറഞ്ഞിരുന്നു വെച്ചാൽ ആസ് എ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഓൾമോസ്റ്റ് 15,000 പേർക്ക് കാറ്ററാക്ട് തിരുമനം റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇവിടെ ഉണ്ട്. 4,000 പേർക്ക് ഉടനെ സർജറിയാണ്. ഞാൻ MLA ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കുണ്ട്ര നിയോജക മണ്ഡലത്തിലുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് കാറ്ററാക്ട് സർജറി ചെയ്തിരിക്കും. രണ്ടാമത്തത്, ഇവിടെ 24/7 രാത്രിയൊക്കെ മെഡിക്കൽ സ്റ്റോർ പോലും അവൈലബിൾ. എനിക്കൊരു മരുന്ന് മേടിക്കാൻ പോലും ഞാൻ തലവേദനയ്ക്ക് നോക്കിയിട്ട് പോലും രാത്രിയൊന്നുമില്ല. ഓരോ 7 പഞ്ചായത്തിലും ഒരു 24/7 മെഡിക്കൽ സ്റ്റോർ എന്തായാലും അവൈലബിൾ ആയിരിക്കും. 65 വയസ്സിന് മുകളിലോട്ടുള്ള മനുഷ്യർക്ക് 6 മാസത്തിൽ ഒരിക്കൽ ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാം. കാരണം ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. ആരോഗ്യം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ മാത്രമല്ല, മെൻ്റലി ഉള്ള ഹെൽത്തും അതിന് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇപ്പം ഡിപ്രഷനോ ഹെൽത്ത് ഇഷ്യൂസ് സൈക്കോളജിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ നോക്കുന്നു. സോ ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഹാപ്പി ആയിട്ടുള്ള ഒരു കുണ്ട്ര നിയോജക മണ്ഡലത്തിലെ ഒരു ജനത അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിനെയാണ് ഞാൻ കാണുന്നത്. ഞാനിത് എൻ്റെ ഫാമിലിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ മതവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കണക്ക് മത സൗഹാർദ്ദത്തിനല്ല, മനുഷ്യ സൗഹാർദ്ദത്തിനാണ് ഞാൻ വാല്യൂ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ നരേന്ദ്രമോദിയെ മണ്ഡലത്തിൽ എത്തിക്കുമെന്നൊരു വാഗ്ദാനമാണ് ഏറ്റവും പ്രധാനമായി റോബിൻ മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.